നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാഗ്നസ് കാൾസനും സിപ്പ് കേണസ്റ്റും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 2004 ഈ സമയത്ത് കാൾസന് 13 വയസ്സായിരുന്നു പ്രായം. ഈ ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും ഏണസ്റ്റ് ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. കാരോക്കൻ ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്കോ അഡ്വാൻസ് വേരിയേഷനിലേക്കോ പോകുന്നില്ല. പകരം നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോണെ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്കിന് ഇപ്പോൾ ആണെങ്കിൽ ഈ നൈറ്റുകൾ ഏതെങ്കിലും ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നാൽ ബ്ലാക്കിയുടെ ക്ലാസിക്കൽ വേരിയേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ബിഷപ്പിനെ F5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ G3 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ആ ബിഷപ്പിനെതിരെ വേഗത്തിൽ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ H5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടെ ആ ബിഷപ്പ് ട്രാപ്പിലാകും. അതുകൊണ്ട് ബ്ലാക്ക് H6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റ് ഇപ്പോൾ തന്നെ പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇവിടെ മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ഇനി നൈറ്റിനെ E5 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം F7 ഒരു കൺട്രോൾ കൊണ്ടുവരികയും പിന്നീട് ഈ നൈറ്റിന്റെ സഹായത്തോടെ ക്വീൻ ഉപയോഗിച്ചുകൂടെ അറ്റാക്കിന് ശ്രമിക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ആ സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ്. നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് പോണ വെച്ച് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ H7 മൂവ് ചെയ്യുന്നു. ആ ബിഷപ്പിന് ഇപ്പോഴും ഈ ഡയഗണിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ്റെയും ബിഷപ്പിൻ്റെയും ഡയഗണലുകൾ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F4 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റ് ക്വീൻസിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് നൈറ്റിനെ E4 കൊണ്ടുവന്ന് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഇവിടെ ഒരു ഡബിൾ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ A5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് A2 പോണെതിരെയും H5 പോണെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. H5 സ്കോറിലേക്ക് ബ്ലാക്കിന് നൈറ്റ് പൊസിഷൻ കൺട്രോൾ ഉണ്ട്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് പൊസിഷൻ നൈറ്റിനോട്ടേലും ബ്ലാക്കിന് നൈറ്റ് പൊസിഷനെ തിരിച്ചുവിട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെ അതേ സ്കോറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ H5 പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. കിങ്ങിനെ B1 മൂവ് ചെയ്തുകൊണ്ട് A2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരു പോണിനെ ലാഭം നേടിയെടുക്കാൻ കഴിയുമെങ്കിലും പിന്നീട് കാസ്റ്റിംഗ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിട്ടിരിക്കുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ബിഷപ്പിനിട്ടെടുക്കാനും ബ്ലാക്കിനെ കാസ്റ്റിംഗ് ചെയ്യുന്നതിന് തടയാനും വൈറ്റിന് സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു പോണിനെ നേടിയെടുക്കുന്നില്ല. പകരം കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റ് ഇട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോഴും H5 പോണവര് നേരത്തെ കണ്ട അതേ അറ്റാക്കിന് വന്നിട്ടുണ്ട്. വൈറ്റ് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. A8 റൂക്കിനെ D8 കൊണ്ടുവന്ന് D4 പോണിനെ പിൻ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ C5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ആ പോൺ പിന്നിങ്ങിലായത് കാരണം പോണ വെച്ച് പോണിനെ ഒട്ടാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ക്വീനെ ആ ഫയലിൽ നിന്ന് മാറ്റാണ്. ക്വീനെ E2 കൊണ്ടുവന്ന് H5 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോകാണ്. C5 ഇതുകൊണ്ട് D4 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോണ വെച്ച് പോണിട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടിക്കൊണ്ട് ബിഷപ്പിനെ കൂടെ ആക്റ്റീവ് ആക്കാമെന്നാവും ബ്ലാക്കോടെ പ്ലാൻ ചെയ്തത്. ഇങ്ങനെ ഒരു പോൺ എക്സ്ചേഞ്ചിലൂടെ ബിഷപ്പിനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ കാൾസൺ ഇവിടെ മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ കാൾസന്റെ ഭാഗത്തു നിന്നും ഒരു ഷോക്കിംഗ് മൂവ് വരെയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കാൾസന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാൾസൺ ഇവിടെ ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ G6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ റൂക്കും ബിഷപ്പും ഫോർക്കിലായതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം
റൂക്ക് വെച്ച് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ റൂക്ക് വെച്ച് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഒരു ചെക്കോടുകൂടി ആ ബിഷപ്പിനെ ഇട്ടെടുക്കാം. അപ്പോൾ എന്നാലും റൂക്ക് വെച്ച് വെട്ടേണ്ടി വരും. ഈ സമയത്ത് പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഒരു പോണിനെ ലാഭം തന്നെ എടുക്കാം. ഇപ്പോൾ D8 റൂക്കിന് ഈ ക്വീൻ്റെ സപ്പോർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീൻ വെച്ച് ആ പോണിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആ പോണിനെ എടുക്കുന്നതിനായിട്ട് ആദ്യം ആ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താലും വൈറ്റിന് റൂക്ക് വെച്ച് തിരിച്ചോട്ടാം. ഇനിയും ബ്ലാക്കിന് ഈ പോണിനെ എടുക്കാൻ പറ്റില്ല. ക്വീൻ വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു ഫോർക്ക് കൊടുത്തുകൊണ്ട് ഒരു റൂക്കിനെ കൂടെ നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്ത ചെക്ക് വരെയാണ്. ക്വീൻ വെച്ച് E6 പോൺ എടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. അങ്ങനെ റൂക്ക് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിഷപ്പിന് സപ്പോർട്ട് ഇട്ടെങ്കിലും ആ റൂക്ക് പിന്നിങ്ങിലാവും. പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ആ റൂക്ക് കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ലാഭം കിട്ടിയ നൈറ്റിന് പകരം ബിഷപ്പിനെ തിരിച്ചെടുക്കാൻ തന്നെ ബ്ലാക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. കിങ്ങിനെ H8 മൂവ് ചെയ്യുന്നു. എന്നാൽ കാൾസൺ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ബിഷപ്പിനെ അല്ല, കിങ്ങിനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഷപ്പിനോട്ട് എടുക്കുന്നില്ല. പകരം പോൺ വെച്ച് G6 പോൺ എടുത്തുകൊണ്ട് റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം എന്തായാലും ബ്ലാക്കിന് ഈ ബിഷപ്പിനെ സേഫായിട്ട് എങ്ങോട്ടേക്കും മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ഈ ബിഷപ്പിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതോടൊപ്പം വൈറ്റിന്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ D5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ 2 പീസ് വെച്ച് അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് H6 പോൺ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത മൂവിൽ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും റൂക്ക് വെച്ച് പോണോട്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് G7 മാറേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ G8 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും H6 പോണിനെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. കാൾസൺ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തത്. ഇവിടെ അടുത്തൊരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് H6 പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് G7 പോൺ എടുത്തുകൊണ്ട് ഡബിൾ ചെക്ക് വരും. അപ്പോൾ എന്തായാലും കിങ് വെച്ച് ഇട്ടേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ബ്ലാക്കിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് 2 രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ പോൺ വെച്ച് ഇട്ടാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ഇട്ടാം. ബ്ലാക്ക് ഇവിടെ പോൺ വെച്ചാണ് ഇട്ടുന്നത്. പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്തൊരു സാക്രിഫൈസ് വരെയാണ്. റൂക്ക് വെച്ച് H6 പോൺ എടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇതും അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്ത് കിങ്ങിനെ മൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കുന്നു. ഇപ്പോൾ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ആ ബിഷപ്പിന് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. കാൾസൺ വീണ്ടും ഒരു ഫോഴ്സ്ഡ് മൂവ് കൊടുക്കുകയാണ്. ക്വീന് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ് ലക്ഷ്യം. ബ്ലാക്ക് ആ അറ്റാക്ക് നൈറ്റ് വെച്ചിനെ ബ്ലോക്ക് ചെയ്യാണ്. നൈറ്റിനെ F7 കൊണ്ടുവന്ന് ക്വീനിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ H1 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് G7 മൂവ് ചെയ്യാൻ കഴിയും. ആ സമയത്ത് റൂക്ക് വെച്ച് കൊടുത്താൽ ചെക്ക്മേറ്റ് ആവില്ല. കാരണം ഇപ്പോൾ G6 പോണിന് സപ്പോർട്ടൊന്നുമില്ല. ആ പോണിനെ എടുത്തുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല. പകരം ആ നൈറ്റിനോട് ഒഴിവാക്കാണ്. പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഇനി ക്വീനെ F6 കൊണ്ടും ചെക്ക് കൊടുക്കാനും കിങ് ചെക്കിൽ നിന്നും മാറുമ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ ഈ H5 നിന്ന് മാറ്റാണ്. കിങ്ങിനെ G7 മൂവ് ചെയ്യുന്നു. എന്നാലും വൈറ്റ് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. വീണ്ടും റൂക്ക് വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D3 കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്കിനെ G3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ക്വീനെ H4 കൊണ്ടുവന്ന് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ റൂക്ക് വെച്ചുള്ള അറ്റാക്ക് ബ്ലാക്കും റൂക്ക് വെച്ച് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D6 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഡിഫൻഡർ വന്നെങ്കിലും വൈറ്റ് പ്ലാനിൽ ചേഞ്ച് വരുത്തുന്നില്ല. റൂക്കിനെ G3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ G6 കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. ഈ സമയത്ത് ക്വീൻ വെച്ച് അടുത്ത ചെക്ക് വരെയാണ്. ക്വീനെ E5 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ H6 H7 മൂവ് ചെയ്യാം. ഇപ്പോൾ H6 മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും.
അല്ലാതെ കിങ് H7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ H5ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരും. അപ്പോൾ എന്തായാലും റൂക്ക് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, H8ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ E5ലേക്ക് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മെറ്റ് ആവുകയും ചെയ്യും. അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് അപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് വീണ്ടും ഒരു ഫോർക്കും ചെക്ക് വരാണ്. ക്വീനെ F5ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഫോർക്കും ചെക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് റൂക്ക് വെച്ച് തന്നെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാണ്. റൂക്കിനെ F6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്, വൈറ്റിനിവിടെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മേറ്റിംഗ് പാറ്റേൺസ് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് കിട്ടുന്നത്. കാൾസന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഡിഫെൻസിലേക്കൊന്നും പോകുന്നില്ല. ക്വീനെ D7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച എപ്പുലേറ്റ് മേറ്റിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. കാൾസൺ 13 വയസ്സിലാണ് ഇങ്ങനൊരു ഗെയിം കളിച്ചതെന്ന് ഓർമ്മിക്കണം. കാൾസൻ്റെ 11ാം വയസ്സിൽ കളിച്ച മറ്റൊരു ബ്രില്യൻറ്റ് ഗെയിം നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.